കാഞ്ഞങ്ങാട് നഗരസഭ 7ാം വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവെൻഷൻ നടന്നു. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ 7ാം വാർഡ് അതിയാമ്പൂരിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. 7ാം വാർഡ് അതിയാമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന VV രമേശിന്റെ വിജയത്തിനായുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള ജില്ലാ കൗൺസിലിൽ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും എല്ലാം ഉണ്ടായിരുന്നു. കൂടുതൽ അധികാരവും പണവും ഉണ്ടായിരുന്നു. ഭരണഘടനയിലെ 73, 74 ഭേദഗതിയുടെ ഭാഗമായിട്ട് ഇന്ന് കാണുന്ന പഞ്ചായത്ത് രാജ് സംവിധാനം രാജീവ് ഗാന്ധിയുടെ ഗവൺമെന്റ് കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് വച്ചിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്ന് കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് അനുഭവത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് സഖാവ് നയനാരുടെ ഗവൺമെന്റ് തന്നെയാണ് ജനകീയ ആസൂത്രണം കേരളത്തിൽ നടപ്പിലാക്കിയത്. താഴെത്തട്ടിൽ തന്നെ ആസൂത്രണവും അധികാരവും പണവുമെല്ലാം നൽകുന്ന നിലയിൽ കേരളത്തിലെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ പ്രാദേശിക ഗവൺമെന്റ് എന്നുള്ള നിലയിലേക്ക് രൂപപ്പെടുത്തിയെടുക്കാനും ആ നിലയിലേക്ക് കേരളത്തിന്റെ വികസന രംഗത്ത് വലിയ പ്രാധാന്യം കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് പ്രാദേശിക ഗവൺമെന്റുകൾക്കുൾപ്പെടെ നൽകുന്ന നിലയിലേക്കുള്ള തീരുമാനമെടുത്തത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. CPI നേതാവ് M കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, M രാഘവൻ, VV പ്രസന്നകുമാരി, M വിദ്യാലത, LDF സ്ഥാനാർത്ഥി VV രമേശൻ എന്നിവർ സംസാരിച്ചു. AK ആൽബർട്ട് സ്വാഗതവും C ലളിത നന്ദിയും പറഞ്ഞു. കൺവെൻഷനിൽ വെച്ച് M കുഞ്ഞിക്കണ്ണനെ പ്രസിഡന്റായും AK ആൽബർട്ടിനെ സെക്രട്ടറിയുമായുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കും രൂപം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.